എല്ലാവിധമായ വിലയിരുത്തലുകളിൽ നോക്കുമ്പോൾ ശ്രേഷ്ഠമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഏവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരിൽ പ്രമുഖനായി നിൽക്കുന്ന ശ്രീ സുകുമാർ അഴീക്കോട് മാഷായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ ഒന്ന് വീണ് അദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ ഏറ്റതിനാൽ ഇന്ന് വരില്ല എന്നുള്ള വിവരം ഇന്നലെ രാത്രി വളരെ വൈകിയാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ സന്നിഹിതനാകേണ്ടതായിരുന്നു. അദ്ദേഹം നമ്മുടെ സഭയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. എല്ലാവിധമായ നന്മകളും അദ്ദേഹത്തിന് നേരുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഭിവന്ദ്യനായ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. ഐറേനിയസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു നല്ല പ്രഭാഷകൻ. അദ്ദേഹം ഇപ്പോൾ ഈ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്ന അഭിവന്ദ്യനായ ഐറേനിയസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഒരു ഭക്തിപ്രമേയം അവതരിപ്പിക്കുവാൻ ശ്രീ MG ജോർജ് മുത്തൂറ്റ് ഇവിടെ ആഗതനാകും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത് ബഹുമാന്യനായ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനാണ്. വടക്കൻ പ്രദേശത്ത് വളരെ നല്ല നിലയിൽ, സ്തുത്യർഹമായ നിലയിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്, അവിടെ മലങ്കര സഭയ്ക്ക് താങ്ങും തണലായി നിന്നുകൊണ്ട്, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായി സഭയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ ബഹുമാന്യനായ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ തിരുമേനിമാർ ഇന്ന് ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ ഹ്രസ്വമായ ഈ ചടങ്ങിൽ ഈ പരിപാടികൾ നടക്കുമ്പോൾ അഭിവന്ദ്യനായ തിരുമേനിമാരുടെ സാന്നിധ്യം വളരെ വിലയേറിയതാണ്. അഭിവന്ദ്യനായ തിരുമേനിമാരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഭയുടെ മുൻ സെക്രട്ടറിമാർ, അതുപോലെ മുൻ വൈദിക ട്രസ്റ്റി ഓ തോമസ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ വന്യരായ കോറപ്പിസ്കോപ്പമാർ, വന്യ റമ്പാച്ചന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസ സമൂഹം, മലങ്കര സഭയുടെ മക്കളായ നിങ്ങൾ ഈ സഭയുടെ സമ്പത്താണ്. ഈ സഭയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഈ സഭയ്ക്ക് വളരെ വിലപ്പെട്ടതും, നിങ്ങളുടെ പ്രാർത്ഥന ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടുമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ സഭയ്ക്ക് വളരെ ശക്തി പകരുന്നു. എല്ലാവിധമായ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട്, ഇവിടെ ഇന്ന് ഈ പരിപാടികൾ നിയന്ത്രിക്കുന്നത് മാസ്റ്റർ ഓഫ് സെറിമണിയായി പ്രവർത്തിക്കുന്ന കുര്യൻ ദാനലച്ചനെയും അതുപോലെ വന്യ യുഹാനോൻ റമ്പാച്ചനെയും ഒക്കെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ. തെളിവു നിറഞ്ഞോ ീശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയറിയ പ്രകിലാധാരമത വെളിവും നീ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുവാനായി മലങ്കര മെത്രാപ്പൊലീത്തായും പൗരസ്ത്യ കാതോലിക്കായുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ ഭക്തിയാദര പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലങ്കര സഭയുടെ പരിശുദ്ധ വലിയ ബാവ തിരുമേനി, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ വൈദിക ട്രസ്റ്റി, ബഹുമാനപ്പെട്ട MG ജോർജ് മുത്തൂറ്റ് അൽമായ ട്രസ്റ്റി, ഡോക്ടർ ജോർജ് ജോസഫ് അസോസിയേഷൻ സെക്രട്ടറി, ഈ
കാതോലിക്കേറ്റ് ആഘോഷ സമിതിയുടെ പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിന്റെ വില എത്രയെന്ന് കൃത്യമായി അളന്നു കുറിക്കാൻ നമുക്ക് പലപ്പോഴും അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 100 വർഷം തികയുവാൻ പോകുന്ന ഈ കാതോലിക്കേറ്റ് എന്ന് പറയുമ്പോൾ മലങ്കര സഭയുടെ അസ്ഥിവാരം 1-ാം നൂറ്റാണ്ട് AD, അതായത് AD 52 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ ഒരു മേൽക്കോയ്മയില്ലാത്ത, സ്വയം ശീർഷകത്വമുള്ള, ദേശീയതയുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു സഭ എന്ന ഒരു സ്ഥാനത്തിന് നാം പൂർണ്ണമായും വിധേയമാകുന്നത്, അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നത് ഈ കാതോലിക്കേറ്റ് ഇവിടെ മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ്. AD 231 കാതോലിക്കേറ്റ് തിഗ്രീസിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായി അന്ന് നമ്മൾ കഴിഞ്ഞു. പിന്നീട് മലങ്കര സഭയിൽ തന്നെ ആ കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. തീർച്ചയായും മലങ്കര സഭ സ്വയം ശീർഷകത്വമുള്ളൊരു സഭയാണ്. ഇതിനെ വെല്ലുവിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് നമുക്ക് വിളിക്കപ്പെടാവുന്ന നിലയിലുള്ള ഒരു സ്വതന്ത്ര ഭാരത ഓർത്തഡോക്സ് സഭയാണ്. ആ അർത്ഥത്തിൽ ഈ കാതോലിക്കേറ്റിന്റെ സ്ഥാനം വളരെ വലുതാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് ചരിത്രത്തിലെ ഒരു അതിപ്രധാന സ്ഥാനം വഹിക്കുന്ന ഈ പദവി നമുക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചു. ഇത് ഇന്നും അപങ്കുരം നാം തുടർന്നു പോകുന്നു. നമ്മുടെ പിതാക്കന്മാരെ ഏറെ ബന്ധപ്പെട്ട്, ഏറെ ക്ലേശിച്ച് ആണ് ഇതൊക്കെയും നിലനിർത്തിക്കൊണ്ട് പോന്നിട്ടുള്ളത്. ഇത് നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതുകൊണ്ട് ഈ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാനത്തിന്റെ പദവി മേൽക്കോയ്മയില്ലാത്ത, ഇവിടെ മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുവാനോ അല്ലെങ്കിൽ പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനോ അതുപോലെ തന്നെ ഈ സഭയ്ക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ ഒക്കെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് ഈ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാനം, ആ പദവി നമുക്ക് ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായും അത് വളരെ വിലപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇത് നിലനിൽക്കട്ടെ. ഇതിന് ഒരുവിധത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കരുത്ത് ഉണ്ടാവുകയും ചെയ്യും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയാണ് നമ്മുടേത്. ഇതിനെ ഒരിക്കലും നമുക്ക് ആർക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ ഈ കാര്യം വളരെ ഏറെ ഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധി ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് അറിയാവുന്നതാണ്. നീതി നൽകേണ്ട ഗവൺമെന്റ് പോലും നമുക്ക് നീതി തരാതെ നമ്മളെ അവഹേളിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. വേണ്ട സമയത്ത് അതൊക്കെ ബുദ്ധിയോടെ പ്രവർത്തിച്ച് ആ വക കാര്യങ്ങളൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും എന്നും കൂടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളോട് ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഹ്രസ്വമായ സമ്മേളനമാണിത്. ഈ കാതോലിക്കേറ്റിന്റെ ഈ ശതാബ്ദി ആഘോഷം ഇന്ന് പരിശുദ്ധ ബാബാ തിരുമനസിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ വിലയറിഞ്ഞ് ഇതിന്റെ എല്ലാ വിധത്തിലും ഇത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം, ദൈവത്തിൽ ആശ്രയിക്കാം, പരിശുദ്ധ പരിമളത്തിനുവേണ്ടി മധ്യസ്ഥയിൽ നമുക്ക് ശരണപ്പെടാം. നിങ്ങൾ ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കരുതുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സുഹൃതവും സൗഭാഗ്യവുമായിരിക്കുന്ന വലിയ ബാബാ തിരുമേനി ഊർജ്ജസ്വലതയോടെ 21ാം നൂറ്റാണ്ടിലേക്ക് സഭയ്ക്ക് പുതിയ നിർവചനവും ദിശാബോധവും നൽകി സുധീരം ത്യാഗപൂർവം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, സീനിയർ മെത്രാപ്പോലീത്ത അഭിയുന്നതനായ ഒസ്താത്യോസ് തിരുമേനി, മറ്റെല്ലാ പിതാക്കന്മാരുമേ, ആദരണീയരായ വൈദികരെ, സഭാ സ്ഥാനികളെ, ബഹുമാനായ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വളരെ ഹൃസ്വമായ ഒരു സമ്മേളനമാണിത്.
ഈ അടുത്ത സമയത്താണ് ഈ ചുമതല എന്നെ ഏൽപ്പിച്ചത്. അതുവരെ ഇതിനു വേണ്ടിയിട്ട് നല്ല നേതൃത്വം നൽകിയ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ശതാബ്ദി ആഘോഷ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനമായത് 2. അതിലൊന്ന്, പരുമലപ്പെരുന്നാൾ ദിവസം തന്നെ എല്ലാ പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പരുമലപ്പള്ളിയിൽ വെച്ച് പരുമല പുണ്യവാളന്റെ മഹാസമാധി ദിനം തന്നെ കാതോലിക്കേറ്റിന്റെ ശതാബ്ദി ഉദ്ഘാടനം നടത്തണം. അത് ഉത്സവമല്ല, ഇത് സഭയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതായിരുന്നു ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തേതും രണ്ടും ഏകകണ്ഠമായി വന്നതാണ്. ഇതിന്റെ ഉദ്ഘാടനം മറ്റാരുമല്ല നിർവഹിക്കേണ്ടത്, വലിയ ബാവ തിരുമേനി തന്നെ. ഇതാണ് ഇന്നിവിടെ മീറ്റിംഗ് നടക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം ഏകദേശം ഈ സമയത്ത് വലിയൊരു ശതാബ്ദി സമാപന സമ്മേളനം കഴിയുമെങ്കിൽ എറണാകുളത്ത് വെച്ച് മറൈൻ ഡ്രൈവിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രം ശതാബ്ദി ആഘോഷങ്ങൾ പൂർത്തിയാവുകയില്ല എന്ന് നമുക്ക് അറിയാം. ഈ ഒരു വർഷത്തിനിടെ ചെയ്യാവുന്ന ഭദ്രാസന ഇടവക തലത്തിൽ അനേക പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നു. അത് യഥാസമയം അറിയിക്കേണ്ടവരെയെല്ലാം അറിയിക്കുന്നതായിരിക്കും. കൂടാതെ 5-10 വർഷം കൊണ്ട് മാത്രം പൂർത്തിയാക്കുവാൻ കഴിയുന്ന സ്ഥായിയായ ചില കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി, ഉദാഹരണം ഒരു ഓർത്തഡോക്സ് ബൈബിൾ വിദ്യാർത്ഥി പ്രസ്ഥാന ചുമതലയിൽ പൂർത്തിയായി വരുന്നു. അതും പിന്നെ സഭയ്ക്ക് അതിൻ്റെതായ തനതായ ദേശീയതയിലും സ്വയം ശീർഷകത്തിലുമൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കാനോൻ പുസ്തകം ഉണ്ടാകണമെന്നും ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ ആരെയും വാല്യം ഉണ്ടാകണം ഈ സമയ ആഗ്രഹം. അതിന് 1 വർഷം ഒന്നും പോരാ, ചിലപ്പോൾ 5 അതിലധികമോ വർഷം പ്രസ്ഥാന സ്കൂളിന്റെ അടിമുടി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സമയം ഞാനെന്നു. നമ്മുടെ സഭ ഒരു അപ്പോസ്തോലിക സഭയാണ്. 1961 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ അസംബ്ലി കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്മാർ ദേവലോകത്ത് വന്ന് ഗീവർഗീസ് തിതിയൻ ബാവായെ സന്ദർശിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പ്രസ്താവന, നിങ്ങൾക്കറിയുമോ ഇവരൊക്കെ ഇവിടെ വരാൻ കാരണം എന്താണെന്ന്? നമ്മുടെ സഭ ഒരു അപ്പോസ്തോലനാൽ സ്ഥാപിതമാണ്. മാർത്തോമാ ശ്ലീഹായാണ് ഇതിന്റെ സ്ഥാപകൻ. അതുകൊണ്ടാണ് അവരിവിടെ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആരൊക്കെ പുറത്ത് എന്തെല്ലാം ജൽപ്പിച്ചാലും ഇത് ദേശീയമായ അപ്പോസ്തോലിക സഭയാണെന്ന് വൈദികരും വൈദിക വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം. ഇത് ഇന്ത്യയുടെ ദേശീയ സഭയാണ്. ഇതൊരു അപ്പോസ്തോലിക സഭയാണ്. മാത്രമല്ല, പരിശുദ്ധ ബാവാ തിരുമേനി ക്ഷമിക്കണം, ഞാൻ പറയും, കാതോലിക്കായോ പാത്രികീസോ ഇല്ലെങ്കിലും മൂറോൻ കൂദാശ, വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യാനും മേൽപ്പട്ടക്കാരെ വഴിക്കുവാനും കാനോൻ പ്രകാരം സഭയ്ക്ക് കഴിയും. എന്നാൽ വേറെ ചില മാനങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ സ്ഥാനം കാതോലിക്ക സ്ഥാപനം ആവശ്യമായിരിക്കുന്നത്. ആരും ധരിക്കരുത് കാതോലിക്കേറ്റ് 12 ഉണ്ടായതുകൊണ്ട് ആ സഭയ്ക്ക് എന്തോ പൂർണ്ണത വന്നെന്ന്. ഒരപൂർണത ഇതിനുണ്ടായിരുന്നില്ല. വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പുറകെ പറയാം. വിശുദ്ധനായ ഇഗ്നാത്തിയോസ്, സെയിന്റ് ഇഗ്നേഷ്യസ് ആണ് ആദ്യമായി സഭാചരിത്രത്തിൽ 2 പദങ്ങൾ ഉപയോഗിച്ചു. ഒന്ന് മിസ്റ്ററി, നമ്മൾ രഹസ്യമെന്നോ മർമ്മമെന്നോ ഒക്കെ പരിഭാഷപ്പെടുത്തുന്നത്. മറ്റൊന്ന് കാത്തലിക്, കാതോലികം എന്ന വാക്ക്. ഈ 2ന്റെയും ഉടമസ്ഥൻ അദ്ദേഹമാണ്. ആദ്യത്തേതൊന്നും വർണ്ണിക്കാൻ ആവശ്യമില്ല. രണ്ടാമത്തതിന്റെ അർത്ഥം എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിത്ത് റെഫറൻസ് ദ ഹോൾ എന്നാണ് അർത്ഥം. ആകെ പരിധിയോട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രതീകം, അതിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന പ്രതീകാത്മകം മാത്രമല്ല, സാരാംശം ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് കാതോലികം എന്നതിൻ്റെ അർത്ഥം. പാത്രികേസ് എന്ന് പറഞ്ഞാൽ പിതാവെന്നേ ഉള്ളൂ, പാപ്പ എന്ന് പറഞ്ഞാൽ അപ്പനെന്നേ ഉള്ള അർത്ഥം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പാപ്പ, കാതോലിക്കോസ്, പാത്രിയർക്കീസ് എന്നീ 3 സംജ്ഞകളും
സഭകളിലെ പ്രധാന മേലധ്യക്ഷന്മാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മറക്കരുത്, ഈ സംജ്ഞകൾ ഉണ്ടാകുന്നതിന് മുമ്പ് സഭയുണ്ടായിരുന്നു. 231 കാതോലിക്ക സ്ഥാപനം ആദ്യമായി ഉണ്ടാകുന്നതിന് മുമ്പ് സഭയുണ്ടായിരുന്നു. പാത്രിയർക്കേറ്റുകൾ നിലവിൽ വരുന്നതിന് മുമ്പ് സഭയുണ്ടായിരുന്നു. ഇത് മറന്നു പോകുന്നുണ്ട് പലരും. ഇത് സ്ഥാനങ്ങൾ നിലവിൽ വന്നതിന് ശേഷമാണ് എന്തോ ആയതെന്നൊക്കെ ധരിച്ചാൽ മൗഢ്യമാണ്. അങ്ങനെയല്ല ഒരിക്കലും. എന്നാൽ ഇന്ത്യയിലുണ്ടായിരുന്ന സഭ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഒറ്റപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ പോലുള്ള വിനിമയ സഞ്ചാര മാർഗങ്ങൾ തുലവും ഇല്ലാതെ ഇരുന്ന ഒരു കാലത്ത് മറ്റ് സഭാകേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറ്, ഒട്ടനവധി വിശ്വാസ അധിഷ്ഠിതമായ വ്യത്യാസങ്ങളും വാഗ്വാദങ്ങളും രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തിയുള്ള സംവാദങ്ങൾ നടക്കുന്നതിൽ ഒന്നും തന്നെ ഈ സഭ ഉൾപ്പെട്ടിട്ടില്ല എന്നത് നമ്മുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേരിയിലായി പോയേനെ നമ്മളും. അതുകൊണ്ട് ആരും നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല എന്നത്. രണ്ടാമത്തെ സംഗതി, ഈ പൗരസ്ത്യ കാതോലിക്ക എന്ന് പറയുന്നയാള് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം അധികാരമുള്ള ആളല്ല. പൗരസ്ത്യ ദേശം മുഴുവൻ്റെയുമാണ് പൗരസ്ത്യ കാതോലിക്ക എന്ന് നമ്മൾ മുമ്പേ കേട്ടു. അത് നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ കാതോലിക്കോസൈറ്റ് എന്ന സ്ഥാപനമുണ്ടായതോടുകൂടി മറ്റ് പൗരാണിക സഭകളുടെ പല നിലവാരത്തിലേക്ക് മലങ്കര സഭയും എത്തി എന്ന് മാത്രം കരുതിയാൽ മതി. എന്നാൽ അത് സുപ്രധാനമായൊരു സ്ഥാനമാണ്. സഭയുടെ ഐക്യം, സഭയുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം അതാരും തന്നതല്ല. ഒരു പാത്രീസും ആരും തന്നതല്ല. ആരുടെയും ദാനമല്ല, ദൈവത്തിന്റെ ദാനമാണ്. സഭ മുഴുവന്റെയും നിധാനം ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട്. അതാണ് കിഴക്ക് ദേശം മുഴുവൻ അധികാരമുള്ള പൗരസ്ത്യ കാതോലിക്ക. നിങ്ങൾക്കറിയുമോ, മത്തായിയുടെ വേറ എന്ന് പറയുന്നത് കാതോലിക്കായുടെ സ്വത്താണ്. 64 ഇവിടെ വന്ന പാത്രീസ് ചുളുവിൽ അത് അടിച്ചുകൊണ്ടുപോയി, എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയി, അതിങ്ങനെ തരണമേ എന്ന് പറഞ്ഞ്. നിങ്ങൾ ആ ചരിത്രം അറിയാത്തവരാണ് മുമ്പിൽ ഇരിക്കുന്നത്, എനിക്കറിയാം. തന്നെയുമല്ല, ഇവിടെ ആദ്യം കൂടി സുന്നഹദോസ് എന്നൊക്കെ പറയുന്ന മുളന്തുരുത്തി സുന്നഹദോസ് കൂടി ചരിത്രത്തിന് നിരക്കാത്ത അസത്യങ്ങളെല്ലാം നസ്രാണിയെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് ഏത്തമിടിയിപ്പിച്ചിട്ട് പോയ പണ്ട് പുരാതന കാലം മുതലേ ഇത് അന്ത്യോക്യയിൽ നിന്ന് വന്നവർ രക്തം ചിന്തി ഇവിടെ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ ഉള്ളതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തവരാണ് നമ്മുടെ പാവപ്പെട്ട നസ്രാണി മാപ്പിളമാർ. അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ നിഷേധിക്കുന്നതിനുള്ള കാലം വന്നിരിക്കുന്നു. ധൈര്യമായി പിടിച്ചുയർത്തേണ്ടതിനെ പിടിച്ചുയർത്തണം, വളർത്തേണ്ടതിനെ വളർത്തണം, തളർത്തേണ്ടതിനെ തളർത്തുകയും വേണം. ആരും തള്ളണമെന്ന് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചരിത്രപരമായ വിഡ്ഢിത്തങ്ങൾ സംഭവിച്ചു പോയത് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാതോലിക്കോസ് സാർവത്രികനാണ്. മുഴുവൻ സഭയുടെയും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന, സഭകളുടെ ഐക്യത്തെ ഉൾക്കൊള്ളുന്ന പ്രധാന സ്ഥാനമായി കാതോലിക്കോസിനെ കാണണം. മാത്രമല്ല, നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ശക്തമായി ഇടയ്ക്കൊന്ന് പറഞ്ഞു, ഇവിടെ പല കാതോലിക്കന്മാരുണ്ട് എന്നല്ല. നിങ്ങൾക്കറിയുമോ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് 100-150 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും വേണ്ടിയിരുന്നില്ല, കാതോലിക്കായ വേണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയുന്നവനെ മുടക്കി നരകത്തിൽ വിടുമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്നിത് പഥ്യമായിരിക്കുന്നു പലർക്കും. ഇതാണ് ചരിത്രത്തിന്റെ ഏതോ കുഴമറിച്ചിലുകളിൽ ഈ സംജ്ഞ ആർക്കൊക്കെയോ വേണം, അവരെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുക. മറ്റൊന്ന്, ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്നുള്ളൂ, മീറ്റിംഗ് വേഗം തീരുമല്ലോ. 1912 നിരണത്ത് ഭാരതത്തിലെ ഒന്നാമത്തെ കാതോലിക്കായെ സ്ഥാനാരോഹണം ചെയ്യിച്ചത് സിറിയൻ സഭയിലെ അധ്യക്ഷനാണ് അബ്ദുൽ മശീഹ പാത്രീർക്കീസ്. അന്ന് ഭരണമില്ലായിരുന്നു എന്ന് പറയുന്നു, എങ്കിലും അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മധുരമായ ഒരു പകരം വീട്ടലായിരുന്നു അതെന്ന് ഒരു വഴി കൂടി പറയാം. ദൈവനിയോഗമാണ്. അതായത് ഇവിടെ കാതോലിക്ക ഉണ്ടാകത്തില്ല, കൊടുക്കുകയില്ല, അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളിൻ്റെ നാട്ടിൽ അതേ സഭയിൽ നിന്ന് തന്നെ ഒരു പ്രധാന മേലധ്യക്ഷൻ വന്ന് സഹകരിച്ച്, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തതല്ല, സഹകരിച്ച് ഇവിടെയുള്ള സുന്നഹദോസിനോട് സഹകരിച്ച് ആദ്യത്തെ കാതോലിക്കായ വായിച്ചത് മുമ്പ് മുടക്കി നരകത്തിൽ വിടുമെന്ന് പറഞ്ഞ ആളിന്റെ ആ ഭാഷയോടുള്ള സഭാപരമായ പകരം വീട്ടിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കുക. നിരണത്തെ ആ സംഭവം നടക്കുമ്പോൾ ഔഗേൻ പ്രഥമൻ ബാവ, അന്ന് അദ്ദേഹം ഷമ്മാശനാണ്, ഔഗേൻ ഷമ്മാശൻ സംബന്ധിച്ചിരുന്നു എന്നതും കൂട്ടി വായിച്ചു കൊള്ളണം ഒന്നാമത്തെ കാതോലിക്കായ വായിക്കുന്ന കാലം. മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പല പ്രമുഖ വ്യക്തികളുണ്ട്. കോനാട്ട് കുടുംബത്തിലെ
കാർണവന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു കാതോലിക്ക സ്ഥാപനം ഉണ്ടാകണമെന്ന്. അതിൽ ഇപ്പോഴത്തെ അച്ഛൻ ഉൾപ്പെടെ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതിന്റെ എല്ലാം നടുനായകത്വം വഹിച്ചു നിന്നവരിൽ ഒന്നാമനാണ് വട്ടശ്ശേരിൽ പരിശുദ്ധ ഗീവർഗീസ് മാർ ദീപന്നാസിയോസ് മെത്രാപ്പോലീത്ത. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോയിരുന്ന ചിന്തകളും സ്വപ്നങ്ങളുടെ ഭാഗികമായി മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, മുഴുവൻ അറിഞ്ഞിട്ടില്ല ആരും. ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ ഉള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു വലിയ ബാധ്യത ഇവിടെയുള്ള കാതോലിക്കോസൈറ്റ് എന്തോ ആവട്ടെ മലങ്കര സഭയ്ക്ക് ചുമതലയുണ്ടെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ചില നടപടികൾ എടുത്തിരുന്ന ആളാണ് സഭാഭാസുരൻ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വത്തിൽ ഉണർന്നു വന്ന പുഷ്പങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ സെന്റിനറി ആഘോഷിക്കാൻ തുടങ്ങുന്ന പൗരസ്ത്യ കാതോലിക്കേറ്റ്. കാതോലിക്കമാർ 1, 2, 3, 4 8ാമത്തെ കാതോലിക്കയായി. ഞാൻ ഇന്നലെ വൈകിട്ട് ഓർക്കുകയായിരുന്നു. 1ാമത്തെ കാതോലിക്ക മുറിമറ്റത്തിൽ ബാബ വളരെ സാത്വികനായിരുന്നു. 2ാമത്തെ കാതോലിക്ക വാകത്താനം ബാബ നല്ല കലാകാരനായിരുന്നു. അദ്ദേഹമാണ് ഈ കാതോലിക്കോസിന്റെ അംശവടിയുടെ ആകൃതി അങ്ങനെയാക്കി വെച്ചതും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചതെല്ലാം അദ്ദേഹമാണ്. യഥാർത്ഥ കലാകാരനായിരുന്നു അദ്ദേഹം. 3ാമത്തെ കാതോലിക്ക ദീർഘം. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ കാതോലിക്കോസ് ആളാണ്. സഭയിൽ സമാധാനം വാഴുന്നത് കണ്ട് സന്തോഷമായി ഇവിടുന്ന് കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരാൾ ഗീവർഗീസ് ദ്വിതീയൻ ബാബ. അദ്ദേഹത്തെയും കാതോലിക്ക സ്ഥാപനത്തിന് എന്നും അലങ്കാരമായിരുന്ന അദ്ദേഹമാണ് ദി കാതോലിക്കോസ് എന്ന് പറയേണ്ടത് അദ്ദേഹത്തേതാണ്. അങ്ങനെയായിരുന്നു 3ാമത്തെ കാതോലിക്ക. 4ാമത്തെ ആൾ മഹാപണ്ഡിതനും മലയാളവും സുറിയാനിയും അതോടൊപ്പം ഇംഗ്ലീഷും വളരെ അനായാസമായി കൈകാര്യം ചെയ്ത് മലങ്കരയെയും സിറിയയിലെ സഭയെയും ഇത്രയധികം ഇഴനാര് തിരിച്ചറിഞ്ഞ മറ്റൊരു പിതാവ് ഇവിടെയോ അവിടെയോ ഉണ്ടായിട്ടില്ല. ഔഗേൻ ബാബ അധികം സംസാരിക്കുകയില്ലായിരുന്നു. മൗനവ്രതത്തിലൂടെ അദ്ദേഹം വചാലമായി എഴുതുമായിരുന്നു. അദ്ദേഹം എഴുതിയ ഊത്തോമയാണ് ഇന്ന് സിറിയയിലെ പാത്രക്ക് സഭക്കാർ ഉപയോഗിക്കുന്നത്. ഇതേ ഊത്തോമ തന്നെ പരിശുദ്ധ ഔഗേൻ ബാബ എഴുതിയ പുസ്തകം തന്നെയാണ്. പിന്നീട് വന്ന കാതോലിക്ക ബാബ മാത്യൂസ് പ്രഥമൻ ബാബ വളരെ വളരെ ഭരണശേഷിയുള്ളയാളും എന്താണ് അധികാരമെന്നും എങ്ങനെ വിനിയോഗിക്കണമെന്നും നല്ലവണ്ണം അറിയാമായിരുന്ന ധീരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഒരു കെട്ടുപാട്, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം സുന്നഹദോസ് നടത്തണമെന്നും പട്ടംകൊട പള്ളികൂദാശ ആദിയായവയെല്ലാം പല വെർഷൻ കിടന്നതെല്ലാം കൂടെ ഗ്രന്ഥരൂപത്തിലാക്കി ഒരു ഐരൂപം കൊടുക്കുന്ന നേതൃത്വം കൊടുത്തത് വട്ടക്കുന്നേൽ ബാബയാണ്. അതിനുശേഷം വന്ന മാത്യൂസ് ദ്വിതീയൻ ബാബ, അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. അദ്ദേഹവും ഈ പറഞ്ഞ ഒരുപാട് സ്വപ്നം കാണുന്നയാളായിരുന്നു. ഒടുവിൽ വരെ അദ്ദേഹം പറയുമായിരുന്നു, ഈ സഭ ഒരു തീർത്ഥാടക സമൂഹമാണ്. ആവർത്തിച്ച് പറയുമായിരുന്നു, കേട്ടിട്ടുള്ളവർക്കറിയാം. ഒടുവിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരൊറ്റ ചിന്തയാണ്, ഇതൊരു തീർത്ഥാടന സഭയാണ്, മുമ്പോട്ട് പൊക്കോണ്ടിരിക്കേണ്ട, ഇരിക്കരുതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പിന്നീട് വന്ന ആളിനെയാണ് മലങ്കരയുടെ സൗഭാഗ്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. തന്റെ സുപ്പീരിയർ ആയതുകൊണ്ട് മാത്രമല്ല, വളരെ ഹ്രസ്വമായ കാലം മാത്രമേ നേതൃത്വം നൽകിയുള്ളൂ എങ്കിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ സഭാ നേതാവായി ഭരിക്കണം, എങ്ങനെ സഭാഭരണം വിടണം, എങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ സാധിക്കാം എന്നൊക്കെ ഈ സഭയ്ക്ക് ചൊല്ലിത്തന്ന മഹാപുരുഷനാണ് അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം ഈ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് പറഞ്ഞു, വേറെ ആരും ഇതിൽ ഉദ്ഘാടനം ചെയ്യേണ്ട, വലിയ ബാബ തന്നെ നിലവിളക്ക് കൊളുത്തണം എന്ന് നിർബന്ധിച്ചു. 8ാമത്തെ കാതോലിക്ക നമ്മളൊപ്പമുണ്ട് ബാബ തിരുമേനി. താരതമ്യേന ചെറുപ്പക്കാരനാണ്, നരച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും ഈ അടുത്ത സമയത്തും നമ്മൾ കണ്ട ത്യാഗബുദ്ധിയും അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ അടുത്തു നിന്ന് കേട്ടു. സേവേറിയോസ് തിരുമേനി അടുത്ത കട്ടിലുണ്ടായിരുന്നു. കോലഞ്ചേരി വെച്ച് കളക്ടറൊക്കെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പൊ കളക്ടറൊക്കെ ഇങ്ങനെ കൂപ്പ് തൊഴുകയോടെ പറഞ്ഞു, അങ്ങിങ്ങനെ ഉപവാസം കിടക്കരുത്, ദയവായിട്ട് എഴുന്നേൽക്കണം, സഭയുടെ തലവനാണല്ലോ, അങ്ങയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരുത്തും. വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ ജീവനെക്കുറിച്ച് അത്ര വലിയ വിലയൊന്നുമില്ല, സഭയ്ക്ക് വേണ്ടി വന്നാൽ ജീവൻ വെടിയാനും തയ്യാറാണെന്ന് ഇപ്പോഴത്തെ കളക്ടർ ഈസ് എ മുസ്ലിം, കളക്ടറും അവിടെയൊക്കെ വന്നിപ്പെട്ടു. അപ്പൊ വളരെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളെല്ലാവരും അറിയണം. ഇന്ന് ഈ സഭയ്ക്ക്
ഓരോ ഞാൻ 1, 2, 3, 8 വരെ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ യുണീക്ക്നെസ് ഉണ്ട്. അതാണ്, എന്തൊക്കെയോ തനിമകളുണ്ട്. നമ്മൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ ത്യാഗബുദ്ധിയിലാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തെ ഭരണത്തെയും ഈ പ്രയാസങ്ങൾ നീങ്ങി സമാധാനപൂർണമായി കണ്ടിട്ട് പോകുവാനും ഇടയാകട്ടെ. മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞതുപോലെ ശതാബ്ദിയുടെ വാതിലാണ്. കാതോലിക്ക ഇന്ത്യയുടെ വാതിലെന്നും കിഴക്കിന്റെ വാതിലെന്നൊക്കെ അറിയപ്പെട്ടതുപോലെ ശതാബ്ദിയുടെ വാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ തീരും. അച്ഛന് മൈക്കൊക്കെ താത്തു വെച്ചാലും ദോഷമൊന്നുമില്ല. ഒരു ആശയം എനിക്ക് പറയാനുള്ളത്, കാതോലിക്കോസൈറ്റിന് ഒരു നിയോഗമുണ്ട്. നമ്മൾ വല്ലപ്പോഴും സംഗമം നടത്തിയിട്ട് കാതോലിക്കോസൈറ്റിന് ഈ രാജ്യത്തും ഈ ഭൂഖണ്ഡത്തിലും പുറത്തും ഒരു നിയോഗമുണ്ട്, ഒരു രാജനിയോഗമുണ്ട്. ആ നിയോഗം കേരളം എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ കസേരയൊക്കെ ഉറപ്പിച്ചു വെച്ച് കേസുമൊക്കെ ജയിച്ചു അല്ലെ ജയിച്ചില്ല, അത് ധർണ ഇതൊന്നും പറഞ്ഞുകൊണ്ട് തീർക്കേണ്ട കാര്യമല്ല. ഈ മഹാരാജ്യത്ത് തോമസ് അപ്പോസ്തലൻ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ അവിടെ നിൽക്കുക ഇപ്പോഴും ഡെഡ് എൻഡായിട്ട്. ഇതിനൊരു നിയോഗമുണ്ട്. ഈ ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകളുടെയും ദേശീയ സഭയായ ഈ സഭയ്ക്ക് ചെറുതാണെന്ന് തോന്നാം, സ്വാധീനം കുറവാണെന്ന് തോന്നാം, പണവും കുറവാണെന്ന് തോന്നാം, എങ്കിലും എക്യുമെനിക്കൽ രംഗത്ത് പ്രധാനമായി നല്ല കാൽവെപ്പുകൾ വെച്ച് നേതൃത്വം നൽകാനുള്ള ചുമതല നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ നമ്മൾ തള്ളപ്പെടും. വെറുതെ മേനി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല കാതോലിക്ക യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു നിയോഗമുണ്ട്. അതറിയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ആ നിയോഗം ഒന്ന് ഡിസ്കവർ ചെയ്യാൻ, കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കിവിടെ ഓക്സിയോസ് ഇല്ലാൻ വേണ്ടി മാത്രമുള്ളതല്ല കാതോലിക്കോസൈറ്റ് എന്ന് പറയുന്നത്. അതൊരു സ്ഥാപനമാണ്, വ്യക്തിയല്ല. കാതോലിക്കോസൈറ്റ് ഒരു സ്ഥാപനമാണ്. കിഴക്ക് മുഴുവൻ വ്യാപ്തിയുള്ള പൗരസ്ത്യദേശത്തുള്ള ഒരു സ്ഥാപനമാണ്. ഒരു എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇതെല്ലാം കൂടെ പറയാനല്ലല്ലോ ഇനിയും വളർച്ചയുടെ നാളുകളായിരിക്കണം. അതുകൊണ്ടാണ് ചില പദ്ധതികൾ ഇട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. വളർച്ചയുടെ നാളുകളിൽ ഈ കേസും അവിടെ ഇവിടെയും വഴക്കും അടിയും പിടിയും ഒക്കെ തല്ലും ഒക്കെ നടക്കുന്നുണ്ട്. വീശക്കുടിക്കുകയൊക്കെ ചെയ്യും, പലതൊക്കെ നടക്കുന്നുണ്ട്. ഇനിയും വല്ലതൊക്കെ നടക്കത്തില്ലെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എൻ്റെ ഉദ്ദേശത്തിലുമുണ്ട് വഴക്ക്. എന്നാൽ നമുക്ക് വളരെ വിശാലമായ ഒരു വയൽ മുമ്പേ കണ്ടിട്ട് ദാ വിളഞ്ഞു കിടക്കുന്ന വയലുകൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന നസറായന്റെ സ്വരം നമ്മൾ കേട്ടില്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ചവട്ടുകൊട്ടയിൽ പോയി അവസാനിക്കും. അതുകൊണ്ട് ഈ നിയോഗം തിരിച്ചറിയാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം. ഒന്നെനിക്ക് പറയാനുള്ളത്, ഇവിടെ അടങ്ങിയിരിക്കുന്ന സമാധിയായിരിക്കുന്ന പരുമല പുണ്യവാളൻ, അദ്ദേഹത്തിന്റെ സന്യാസ ഗുരു പുലിക്കോട്ടിൽ ജോസഫ് ഒന്നാമൻ പഴയസമയയുടെ സ്ഥാപകൻ, സന്യാസി എന്നുള്ളതിന്റെ നിർവചനം പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടു, ഉണങ്ങി വരണ്ടിരിക്കുന്നവൻ എന്ന്. അതാണ് സന്യാസി. യൂഹാനോൻ മാർ ഗ്രിഗോറിയോസ് തിരുമേനി സുഖമില്ലാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാനും ഞങ്ങളുടെ പത്തനാപുരത്തെ ഏബ്രഹാമച്ചനും കൂടെ പോയി. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും ഒന്നുപോലെ. അപ്പൊ ഗ്രിഗോറിയോസ് തിരുമേനി സുഖമില്ലാതിരിക്കുകയാണ്. ഒരു മാസത്തിനകം കാലം ചെയ്തു. ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ധാരാക്കാരെ കണ്ടാൽ അതുപോലെ ഇരിക്കണം. ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ബാക്കി നിങ്ങൾ ഊഹിച്ചുകൊള്ളൂ. പരുമല തിരുമേനിയെ സന്യാസചര്യയും ദീക്ഷയും നൽകിയത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ്. അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കൊള്ളൂ. അതുകൊണ്ട് സഭയിൽ ഇപ്പോൾ ക്ഷീണിതമായി കാണപ്പെടുന്ന സന്യാസത്തിന്റെ കൊമ്പുകൾ എവിടെയെല്ലാം ഉണ്ടാകുമോ അത് ശക്തിപ്പെടുത്തണം. നമ്മൾ അലംഭാവത്തോടുകൂടെയാണ് 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞത്. ഇവിടെ 1 നൂറ്റാണ്ടിന്റെ ചരിത്രം പോലും ഇല്ല ഇവിടുത്തെ സന്യാസത്തിന്. ഞാൻ കാതോലിക്ക യൂണിവേഴ്സിറ്റിന്റെ വ്യാപ്തിയെക്കുറിച്ച് കണ്ട സ്വപ്നമെന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. രണ്ടാമത്, നമുക്ക് ഒസ്താത്യോസ് തിരുമേനിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് മിഷൻ എന്ന് വാക്കുറു. അത് എന്താണെന്ന് നമുക്ക് വലിയ പിടിയില്ല. ഇതിനെക്കുറിച്ചും ഈ ശതാബ്ദി കമ്മിറ്റി ഒന്ന് പരിഗണിക്കണം എന്നാണ് എനിക്ക് അവരോട്, ഞാൻ ഉൾപ്പെടെയുള്ളവരോടുള്ള എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്ന്, ഓരോ വാക്കുകളെ ഞാൻ പറയുന്നുള്ളൂ. ദേശീയതയ്ക്ക് നല്ല ഊന്നൽ കൊടുക്കണം. നമ്മുടെ ബാബാ തിരുമേനി സിറിയയിലെ അതേ വേഷമൊക്കെയാണ് ഞങ്ങൾക്കെല്ലാം തന്നിരിക്കുന്നത്. എന്താണ് തനിമ എന്നുള്ളത് ചിന്തിച്ചുള്ളൂ. വേഷം ഉൾപ്പെടെ ഭാഷ ഉൾപ്പെടെ മറ്റ് പലതിലൂടെ ഒഴുകുന്ന, പരിധി കണ്ടുപിടിക്കുന്നതല്ല, ഒഴുകുന്ന ദേശീയതയുടെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ സഭയുടെ എല്ലാ രംഗത്തും, ഈ ആരാധനയെടുത്ത് കളയണമെന്നല്ലേ പറഞ്ഞു, ദേശീയതയുടെ അടയാളങ്ങൾ നമുക്ക് വേണം. അത് മുകളിൽ തൊട്ട് താഴെ വരെയും വേണം.
ഓർത്തഡോക്സ് സഭയിലെ വൈദികരെല്ലാം കറുത്തപ്പാറ്റിനോടൊക്കെ ഇവിടുത്തെ ചൂടെ തൂക്കുകയല്ല, എല്ലാവരും കല്യാണം കഴിച്ചിട്ടും അല്ലാത്തവരും കുരിശിട്ടുകൊണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിലും ദേശീയത മേനി പറയാനും കല്യാണത്തിന് മിന്നു കിട്ടിച്ച ഇതാ ഞങ്ങളെല്ലാം ഹിന്ദു പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തീർന്നില്ല. ഈ ചെറിയ അല്പം കിട്ടിയ ഉടനെ ഇരുന്ന് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, ഇതാണ് നമ്മുടെ പരിപാടി. അത് പാടില്ല. ദേശീയതയിൽ ഊന്നിയ ഒരു സഭയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇന്നത്തെ പ്രയാസങ്ങളെ ഞാൻ ദയവായി ക്ഷമിക്കുക. മുമ്പെങ്കോ പഠിച്ച ഒരു വരിയാണ്, ഇറ്റ് ഈസ് ഡാർക്കസ്റ്റ് ബിഫോർ ഡോൺ. പ്രഭാതമാകുന്നതിന് മുമ്പാണ് ഭയങ്കര കൂരിരുട്ട്. ഈ കാണുന്ന ദുർഘടങ്ങൾ, ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സൂര്യോദയത്തിന്റെ മുമ്പുള്ള കാളിമയാണെന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് പറയണം, വിശ്വസിക്കണം. ഇറ്റ് ഈസ് ഡാർക്കസ്റ്റ് ബിഫോർ ഡോൺ. മാത്രമല്ല, കാലാകാലങ്ങളിൽ സമൂഹത്തിൽ ഉണർന്നു വരുന്ന വെല്ലുവിളികളും ചോദ്യങ്ങളുമുണ്ട്. മനുഷ്യ ജീവിതപരമായി, മനുഷ്യബന്ധങ്ങൾപരമായി ഒട്ടനവധി ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സഭയ്ക്കൊരു ചുമതലയുണ്ട് ഇതിനോടെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കാൻ. പലരും ചോദിക്കും, ഡൈവോഴ്സിനെ കുറിച്ച് നിങ്ങളുടെ സഭയുടെ അഭിപ്രായം എന്താ? ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. മറ്റൊരു കാര്യത്തെക്കുറിച്ച്, ഭൂണഹത്തെക്കുറിച്ച് അഭിപ്രായം എന്താ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് തള്ളി നീക്കാനുള്ളതല്ല. സഭയ്ക്ക് അതിൻ്റെതായ ഉറച്ച, ഓർത്തഡോക്സിയിൽ ഉറച്ച അതിൻ്റെ നിലപാടുകൾ ഉണ്ടാകണം. അത് അറിയണം, വേണം. ശതാബ്ദി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ മനസ്സിലാണ് ശതാബ്ദി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശതാബ്ദി മനസ്സിലേറ്റിക്കൊണ്ട് പോകണം. വിളക്ക് തെളിയിച്ചുകൊണ്ട് ആ തെളിഞ്ഞ ദീപം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആക്കിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇത് ദർശിച്ച, ഈ വെളിച്ചം പകരുന്നത് കണ്ട എല്ലാവരും തന്നെ ഈ പകർന്ന വെളിച്ചം, ശതാബ്ദിയുടെ ഈ വെളിച്ചം ഉള്ളിലാക്കിക്കൊണ്ട് പോകാനുള്ള കടമ നമുക്കുണ്ട്. ഇനിയുള്ള പരിപാടികൾ അതാത് സമയത്ത് ഭദ്രാസനങ്ങളെയും ഇടവകകളെയും അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ച് വളരെ ഊർജ്ജസ്വലമായി ചെയ്ത് അടുത്ത വർഷം ഈ സമയത്തുള്ള സമ്മേളനം ഏറ്റവും വലിയതായി എറണാകുളത്ത് വെച്ച് കഴിയുമെങ്കിൽ നടക്കണം. ശക്തി പ്രകടനമൊന്നുമല്ല, വേറെന്തെങ്കിലും പേരൊക്കെ അതിന് കൊടുത്താൽ മതിയാകും. അതുകൊണ്ടും തീരുന്നില്ല. കുറേ നാളത്തേക്കുള്ള പരിശ്രമം കൊണ്ട് പല കമ്മിറ്റികൾ വർക്ക് ചെയ്ത് സെമിനാരികളുടെയും മറ്റും സഹകരണത്തോടെ ആധികാരികമായ ചില ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടാവണം. അതിൻ്റെ കുറവ് നമുക്കുണ്ട്. സഭയ്ക്ക് വേണ്ടുന്ന ആരാധന സാഹിത്യവും ഉണ്ടാക്കാനുള്ള അവകാശവും ചുമതലയും നമുക്കുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ പരിശുദ്ധ ഇപ്പോഴത്തെ ബാവാതിരുമേനിയുടെ കാലത്ത് തന്നെ ഇതിനെല്ലാം കുറെ മറുപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. സുകുമാർ അഴീക്കോട് സാർ വരാഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയതാണ്. അദ്ദേഹം വീണതുകൊണ്ട് എനിക്ക് ഈ അവസരം വീണ് കിട്ടി. അദ്ദേഹം വേഗം സൗഖ്യം പ്രാപിക്കട്ടെ. വേദനയുണ്ട്, വേണമെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞ് അന്നിലൊന്ന് എങ്ങനെയും ഒന്ന് വരാൻ നോക്കാമെന്ന് വന്നാലും വയ്യ, വേദന എഴുന്നേറ്റ് നിൽക്കാൻ മേല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ എത്തിയേനെ. പരിമള തിരുമേനി എന്ന് വിളിച്ച ഒരു മനുഷ്യനേ ഉള്ളൂ ഇവിടെ. ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. സുകുമാർ അഴീക്കോടാണ്. പരിമള തിരുമേനിയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു എന്ന് കല്ലാശ്ശേരിൽ ബാവ എഴുതിയത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പുസ്തകം പരിമള തിരുമേനിയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. പരിമള തിരുമേനി എന്ന് അദ്ദേഹത്തെ ആദ്യമായി ഇവിടെ വെച്ച് സംബോധന ചെയ്തത് സുകുമാർ അഴീക്കോട് സാറാണെന്ന് മറക്കരുത്. അദ്ദേഹം വന്നിരുന്നെങ്കിൽ കുറെ കൂടെ നല്ല ഭാഷ, തത്വമസിയുടെ ഈ ഒഴുക്ക് നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാകുമായിരുന്നു. അതൊന്നും ഫില്ല് ചെയ്യാൻ ഞങ്ങളാരും പ്രാപ്തരല്ല. എങ്കിലും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. സഭയെയും അനുഗ്രഹിക്കട്ടെ. ജയ് ജയ് കാതോലിക്കോസ്, 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 ജയ് ജയ് കാതോലിക്കോസ്. എല്ലാവർക്കും വന്ദനം. This program is brought to you by കാതോലിക്ക ബാബ തിരുമേനി, പരിശുദ്ധ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി, അഭ്യുന്നതരായ മെത്രാപ്പോലീത്തന്മാരെ, സഭ ആൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, റംബാച്ചന്മാരെ, വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, ഷമ്മാശന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, എല്ലാവരും ഈ മീറ്റിംഗ് അവസാനിച്ചു കാണുവാൻ എത്രയും വേഗം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അറിയാം. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചതിൻ്റെ 100-ാം വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് കാതോലിക്കേറ്റ്. വളരെയധികം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഈ കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുവാൻ ഇടയാക്കി തീർത്തത്, അതിനുവേണ്ടി പരിശ്രമിച്ചത്. ആ പ്രയാസങ്ങളും കഷ്ടതകളും പീഡനങ്ങളും ഇന്നും
ഈ കാതോലിക്കേറ്റ് ഒരു പരിധിവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. കഷ്ടതകളിൽ കൂടെ കടന്നു പോകേണ്ടത് ഒരുപക്ഷെ എല്ലാ ക്രിസ്തീയ സഭകളുടെയും ആവശ്യമായിരിക്കാം. കാരണം സഭയുടെ തലയാകുന്ന മശിഹ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. നിങ്ങൾ പിന്നിടേണ്ടത് സുഗമമായ മാർഗങ്ങളിൽ കൂടെ അല്ല, കഷ്ടതകളിൽ കൂടെയും പീഡനങ്ങളിൽ കൂടെയുമാണ്. ഓർത്തഡോക്സ് സഭകളുടെ ചരിത്രമെടുത്താൽ കഷ്ടതകൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സഭകളെല്ലാം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ആത്മീകമായിട്ടുള്ള കരുത്ത് ആർജിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഉത്തമ ഉദാഹരണമാണ് ഈജിപ്തിലെ കോപ്റ്റിക് സഭ. ആ സഭ ഇന്ന് ഏറ്റവും അധികം ആത്മീകമായി വളർന്നിട്ടുണ്ട് എങ്കിൽ ഗവൺമെന്റിൽ നിന്നും അന്യമതങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി ആ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതായ പീഡനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ആത്മീക ചൈതന്യം ആർജിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മളും ഏതാണ്ട് അതേ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ദുഃഖത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ വിഷമിക്കേണ്ടതായ ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു വാക്യമുണ്ട്, അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങൾക്കെതിരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യാവസ്ഥയിലാണ് ഇന്ന് നമ്മൾ. വളരെയധികം പ്രതിസന്ധികളിൽ കൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് കോലഞ്ചേരി പള്ളിയോടനുബന്ധിച്ചുള്ളതായ പ്രശ്നത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ സേവറിയൂസ് തിരുമേനിയും അവിടെ ഉപവാസം അനുഷ്ഠിക്കേണ്ടതായിട്ട് വന്നു. അനേകർ സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഉപവാസ പന്തലിൽ വന്ന് പിതാക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ വന്നു ചേർന്ന ബഹുമാന്യരായ വൈദികരോടും ജനങ്ങളോടും എല്ലാവരോടും സഭയുടെ ഒരു സ്ഥാനി എന്നുള്ള നിലയിൽ നന്ദി പറയുവാനായിട്ട് ആദ്യമായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും അക്കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ളതായി നന്ദി. ഗവൺമെന്റ് നമുക്ക് നൽകിയതായിട്ടുള്ളതായ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെയധികം ദുഃഖത്തോടുകൂടെ ഓർക്കുകയാണ്. 15 ദിവസത്തിനകം കോടതി വിധി നടപ്പാക്കി തരുമെന്ന് വാഗ്ദാനം ചെയ്തു. പരിശുദ്ധ ബാവാ തിരുമേനിയൊക്കെ ഈ കേരള ഗവൺമെന്റിന് വേണ്ടി എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ എഴുതി ഒപ്പിട്ട് കൊടുത്ത കടലാസ് ഇന്ന് നമ്മൾ കക്ഷത്തിൽ വെച്ച് കൊണ്ടു നടക്കുന്നതല്ലാതെ 15 ദിവസം പോയിട്ട് 45 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് നീതി നടത്തി തന്നിട്ടില്ല എന്നുള്ളത് ദുഃഖത്തോടുകൂടെ പ്രതിഷേധത്തോടുകൂടെ അനുസ്മരിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്നുള്ളത് മാത്രമാണ് എൻ്റെ അപേക്ഷ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ വലിയ ബാവ തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ആദ്യമായിട്ട് അറിയിക്കുന്നു. ഈ പ്രായാധിക്യത്തിലിരിക്കുന്ന ഈ അവസരത്തിൽ ശാരീരികമായ ക്ലേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇന്ന് ഈ കാതോലിക്കേറ്റിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ വന്ന പരിശുദ്ധ പിതാവിന്റെ തൃപ്പാദങ്ങളിൽ നന്ദിയും സ്നേഹവും സഭയ്ക്ക് മുഴുവനും വേണ്ടി ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ ഭരണസാധുരത്തി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയോടുള്ളതായ പ്രത്യേകമായ നന്ദിയും കൂറും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭയുടെ എല്ലാ മേൽപ്പട്ടക്കാരോടും പരിശുദ്ധ അഭിമന്യരായ തിരുമേനിമാരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഈ കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ പേരിലും സഭയുടെ മുഴുവൻ പേരിലും അറിയിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കും. സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നതായ എല്ലാ വൈദികരും, വൈദിക വിദ്യാർത്ഥികൾ, ഷമ്മാശന്മാര് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ കമ്മിറ്റിയോടും അതിന്റെ പ്രസിഡന്റ് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ അഭിവന്യ ഐറേനിയൂസ് തിരുമേനിയോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എന്നാൽ അതിന് അവസരമില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം പോലും കഴിക്കാതെ അഭിമന്യരായ തിരുമേനിമാരും എല്ലാവരും നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന അനേകം കാര്യങ്ങളെ അടക്കി വെച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ സമ്മേളനം അതിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേൽക്കാം. കാതോലിക്ക മംഗളഗാനത്തെ തുടർന്ന് പരിശുദ്ധ വലിയ ബാവ തിരുമേനി ആശീർവദിച്ച് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം സമാപിക്കുന്നതാണ്.